Hello guys, welcome back to my YouTube channel. നമ്മൾ ചെയ്യാൻ പോകുന്നത് റീസെൻ്റ്ലി നമ്മൾ സ്മിത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വിഷ് കെയറിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ. And second one is Array 5% glycolic and lactic acid serum, boost radiance and restore glow. ഒരു 10 ml ആണ് വരുന്നത്. സോ ഇത് രണ്ടിൻ്റെയും ഒരു എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഋഷികേറിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ ആണ് വരുന്നത്. ആൻഡ് ഇത് ഫോർ ഗ്ലോ റീസ്റ്റോർ 5% glycolic and lactic acid serum, boost radiance and restore glow. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ടൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിൽ ഓക്കെ, അതായത് യൂസ് ദിസ് ഫേസ് സിറം അറ്റ് നൈറ്റ്. രാത്രിയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാത്രി തന്നെയാണ് യൂസ് ചെയ്തത്. After cleansing and hydrating, apply a few drops to your face. Spread evenly and wait 1-2 minutes before apply other products. അതായത് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കയറി വേറെ പ്രോഡക്ട്സ് ഒന്നും ഇടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിത് യൂസ് ചെയ്തപ്പോൾ എന്തുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് നൈറ്റ് ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തത്. ഇത് ഞാൻ അന്നത്തെ ദിവസം അപ്ലൈ ചെയ്തു, കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പം ഈ സ്പോട്ട്സ് ഒക്കെ ഉള്ളത്, ആക്നി മാർക്സ് ഉള്ളത് എൻ്റെ ഒറിജിനലാണ്. ഇതൊന്നുമല്ല. ഇതിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കുഞ്ഞി തരി പോലെ ഫുള്ള് കുരുവാണ്. മേളിലേക്ക് വന്നില്ല, ബട്ട് ഈ ചീക്സ് ഏരിയയിൽ ഫുള്ള് വന്നു. ഓൾറെഡി നമുക്ക് ഈ പാടുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുരുങ്ങൂടെ വന്നപ്പോഴത്തേക്കായി അപ്പം തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിറ്റേ ദിവസം ഒന്നും ഉപയോഗിച്ചില്ല, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ഗ്ലോ റീസ്റ്റോർ ചെയ്യും, ബ്രൈറ്റൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ് ഓൺ മൈ അണ്ടർആം. യൂസ് ചെയ്തു നോക്കി. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ചുമ്മാ യൂസ് ചെയ്തു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ചുമ്മാ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമല്ലോ കണ്ണടിയിൽ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർആമിലത്തെ നമ്മുടെ ഒരു അണ്ടർആം ഡാർക്കനിങ്, ആ ഒരു ബ്ലാക്ക് കളർ മാറിയിട്ട് നല്ലോണം സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി. അതൊക്കെ വിത്തിൻ 1 ഡേ തന്നെ അത് മാറി. അപ്പം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിൽ ഇന്നലെ രാത്രിയും യൂസ് ചെയ്തു. ഇനി ഒരു 2 ഡേയ്സ് ഗ്യാപ്പ് എടുത്തിട്ട് ഇനിയും യൂസ് ചെയ്യും. സോ ഐ തിങ്ക് ഇത് എനിക്ക് ഫേസിൽ വർക്കായില്ല. ഐ ജസ്റ്റ് ഗോട്ട് സോ മെനി സ്മോൾ ബംസ് ആൻഡ് കുരുത്തരുതരി പോലത്തെ കുറേ കുരുകളൊക്കെ വന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റ് വാസ് അടുത്ത പ്രോഡക്റ്റ് നമ്മൾ വരുന്നത് വിഷ് കെയർ ആൻറ്റി പെപ്റ്റൈഡ് ഹെയർ ഫോൾ ഷാമ്പൂ. ഇത് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പിശിക്കാണ് ഉപയോഗിച്ചത് 2 ദിവസം. കാരണം ഓൾറെഡി കുറച്ച് ഐറ്റം ഇതിൽ വരുന്നുള്ളൂ, കുറച്ച് ml, കുറച്ച് പ്രൊഡക്റ്റ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് പിശിക്കാണ് ഉപയോഗിച്ചത് 2 ദിവസം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തല ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് റോസ്മേരി വാട്ടർ അല്ല, ഹിബിസ്കസിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കാണ് കുളിച്ചത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നല്ല ചേഞ്ചസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഒരു 5 മുടി വരേണ്ട സ്ഥാനത്ത് ഒരു 2 മുടി ഒക്കെ വരുന്നുള്ളൂ. അതായത് അത്രയും കുറച്ചൊരു ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും ഇതിൻ്റെ ഒരു വലിയ ബോട്ടിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്ക് വരുന്നത്. സോ ഇനി ബാക്കി പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെയും ചെറിയൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.